Watch India's largest kids library only on Jio Hotstar. Download the app now. ബോസ് ഈ വിളക്കെന്താ? ഈ വിളക്ക് എനിക്കൊരു സയന്റിസ്റ്റ് ഫ്രണ്ട് തന്നതാണ്. ഇതിനകത്തുനിന്ന് വരുന്ന ജിന്ന് ബോട്ടുവിനെ തരിപ്പണമാക്കും. അവന്റെ സന്തോഷം എല്ലാം നശിക്കും. പിന്നെ നമുക്കിവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റും. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അടുത്തെവിടെയെങ്കിലും വല്ല പാവപ്പെട്ടവരെയും വല്ല കണ്ടിരുന്നോ? എന്തിനാടോ നല്ലവനായ ഒരു ദരിദ്രനെ നീ അന്വേഷിക്കുന്നത്? ഓഹോ, എന്റെ കയ്യിൽ അലാവുദ്ദീന്റെ വിളക്കുണ്ട്. ഈ വിളക്ക് കാരണം എന്റെ ജീവിതത്തിൽ സന്തോഷം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിത് വേറെ ആർക്കെങ്കിലും കൊടുത്ത് സഹായിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത്. കാരണം പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവർക്കത് വലിയൊരു സഹായമാകുമല്ലോ. അതുകൊണ്ടാണ് സുഹൃത്തെ, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി കഴിയുമ്പോൾ അവരത് വേറെ ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ ഈ വിളക്ക് എല്ലാവരെയും മാറി മാറി സന്തോഷിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യാം. എല്ലാവരും സന്തോഷമായി ഇരിക്കേണ്ട സുഹൃത്തെ. ഒരു വിളക്ക് കൊണ്ട് എത്ര പേർക്ക് പ്രകാശം കിട്ടാൻ പോകുന്നത്? ഒരുപക്ഷെ എനിക്ക് ഈ വിളക്ക് കിട്ടിയാൽ ഞാൻ ഈ ഫുർഫുറി നഗരത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും ദുഃഖം മാറ്റുന്നതായിരിക്കും. ഈ ഫുർഫുറി നഗരം മറ്റെല്ലാ നഗരത്തെക്കാളും മെച്ചമുള്ളതാക്കും. വലിയേട്ടാ, തരൂ തരൂ. ഞാൻ ഇതുകൊണ്ട് ഈ ഫുർഫുറി നഗരം മുഴുവനും അടിപൊളിയാക്കുന്നതാണ്. എല്ലാവരെയും സന്തോഷവാന്മാരാക്കി മാറ്റും. സത്യം. തന്നോളൂ തന്നോളൂ. താങ്ക് യു സർ. ഞാനിത് പിന്നീട് ഒരു നല്ലവനായ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ദരിദ്രന് കൊണ്ടുപോയി കൊടുത്തേക്കാം. അങ്ങനെ പണി കഴിഞ്ഞു. നീ ആരാണ്? ഞാനാണ് ജീനി, എന്റെ ആലമ്പല്. അല്ല, ഇതെന്തോന്ന് ജിന്ന? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ജിന്നെന്ന് വെച്ചാ ഭയങ്കരനും ഭീകരനും ഒക്കെ ആയിരിക്കണ്ടേ? നീ ഒരു ഞാഞ്ഞോല് പോലെയല്ലേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ജീനിയുടെ സെക്രട്ടറിയാണ്. എന്റെ അച്ഛനെന്താ പറഞ്ഞതറിയാമോ? നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരണമെന്ന്. പക്ഷെ അതിനെല്ലാം മുമ്പ് അദ്ദേഹത്തിന് നിങ്ങൾ 2 കോടി രൂപ കമ്മീഷനായി കൊടുക്കണമെന്നും പറഞ്ഞു. എന്ത് കമ്മീഷനോ? എന്ത് കാര്യത്തിനാ കമ്മീഷൻ തരുന്നേ? ഇല്ല, അങ്ങനെയല്ല എങ്കിൽ. എന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാ മനുഷ്യരും അവരവരുടെ ആഗ്രഹം പൂർത്തിയാകുമ്പോ ഞങ്ങളുടെ കാര്യം അങ്ങ് മറന്നു പോകുന്നു എന്ന്. അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ എന്നോട് അഡ്വാൻസ് ഡെപ്പോസിറ്റ് വാങ്ങാൻ പറഞ്ഞത്. ആദ്യം നിങ്ങള് എന്റെ അച്ഛൻ ജീനിക്ക് 2 കോടി രൂപ കൊടുത്തേക്കൂ. നിങ്ങൾക്ക് വല്ല വേണമെങ്കിൽ ചോദിച്ച് മേടിച്ചു. അത് ശരി, ഇതാണോ കാര്യം? എനിക്ക് ഈ ഡീൽ അത്ര ബോധിച്ചിട്ടില്ലല്ലോ. നോക്കൂ, നീ നിന്റെ അച്ഛൻ ജിന്നിനോട് ചെന്ന് പറ, ഞാൻ 2 കോടി പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരാമെന്ന്. ഓക്കെ അങ്കിൾ, ഞാൻ അച്ഛനെ പോയി വിവരം അറിയിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടുള്ള, ഇനി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയത്തേ ഇല്ല. ഓഹോ, ഇവൻ എന്റെ വലയിൽ കുരുങ്ങിയെന്ന് തോന്നുന്നത്. ഇപ്പോ 2 കോടി വേണമല്ലോ. ഇത് വെറും 2000 രൂപയല്ലേ ഉള്ളൂ. എനിക്ക് 2 കോടി തരൂ. എന്താ ഇത്? ഇനി എന്താ ചെയ്യാ? ഇത് വെറും 100 രൂപയല്ലേ ഉള്ളൂ. എല്ലാം കൂടി ചേർക്കുമ്പോ വെറും 2100 വരുന്നുള്ളൂ. ഹലോ, ഞാൻ മകൻ ജീനിയാ സംസാരിക്കുന്നത്. എന്റെ അച്ഛൻ ജീനി പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. കാശ് റെഡിയായെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അച്ഛൻ ജിന്നിനോട് പറ ഞാൻ പണം ഏർപ്പാടാക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴെന്റെ കയ്യില് വെറും 2100 രൂപ മാത്രമേ ഉള്ളൂ. അങ്കിൾ, ഈ കാശ് കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല. എങ്ങനെയെങ്കിലും കാശ് സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീടൊക്കെ വിറ്റുകളയെ. കാരണം നിങ്ങൾ ഇനി വലിയ കോടീശ്വരനാകാൻ പോവുകയല്ലേ. നിങ്ങൾ കോടീശ്വരനായ ശേഷം പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കണം, കേട്ടോ? അത്രയ്ക്ക് ഞാനങ്ങ് ചിന്തിച്ചില്ല കേട്ടോ. ഹലോ, അതെ, ഞാൻ എന്റെ വീട് വിൽക്കാൻ കേട്ടോ. മോട്ടു, ഹലോ ചേട്ടോ, ഞാൻ ഈ വീടിന് 50 ലക്ഷം രൂപ തരാൻ റെഡിയാ. ഇന്ന് തൊട്ട് ഈ വീട് നിങ്ങളുടേതാണ് കേട്ടോ. ഇന്ന് താക്കോല് വാങ്ങിച്ചോളൂ. മോട്ടു, ഒന്ന് അവിടെ നിൽക്ക്. എന്തൊക്കെയാ നീ ചെയ്യുന്നത്? ഇല്ല പത്തിലു, ഈ പൈസ കൊണ്ട് ഞാൻ ജനങ്ങളെ ഒക്കെ സഹായിക്കും. നീ വേണേ കണ്ടോ. 50 ലക്ഷം രൂപ. ഹലോ,
അങ്കിൾ നിങ്ങൾ കാശ് സംഘടിപ്പിച്ചു. ആരാ സെക്രട്ടറി ആണോ? ഞാൻ വീട് വിറ്റു. ഇപ്പൊ എന്റെ കയ്യിൽ 50,02,100 രൂപയുണ്ട്. ആ കാശ് കൊണ്ടൊന്നും നടക്കത്തില്ലെങ്കിൽ വേഗം ബാക്കി കാശ് കൂടെ സംഘടിപ്പിക്കാൻ നോക്ക്. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? വീടും വിറ്റല്ലോ. അങ്കിൾ നിങ്ങൾക്ക് ഈ ഫുർഫുർ നഗരത്തിൽ നല്ലൊരു പേരുണ്ട്. ഇവിടെയുള്ള എല്ലാവർക്കും നിങ്ങളെ വിശ്വാസമാണ്. എല്ലാരും നിങ്ങളെ കണ്ണെടുത്തെങ്കിൽ വിശ്വസിക്കുക. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെ അടുത്തത് സ്വർണവും വജ്രവും ഒക്കെ അങ്ങ് കടം മേടിക്കാങ്കിൽ എന്നിട്ടങ്ങ് മുങ്ങിയേക്ക്. എന്തൊക്കെയുണ്ട് സേട്ടെ? എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? ആഹാ, ഇതായിരുന്നു മോട്ടുവോ? എന്തെന്റെ വിശേഷമൊക്കെ? പിന്നെ പറ കൂട്ടാ, എന്താണ് ഇങ്ങോട്ട് വരാനൊക്കെ കാരണം? ആട്ടെ, നിങ്ങളുടെ കയ്യില് ഒരു 1-2 കോടിക്കുള്ള രത്നം എടുക്കാനുണ്ടാവോ? പിന്നെന്താ, ഉണ്ടല്ലോ. എന്നാ ഇത് നോക്ക്. ഞാനിത് ഒരു ദിവസത്തേക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? മോട്ടു ഈ ഡയമണ്ട് തിരിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ വലിയ പ്രശ്നം നേരിടേണ്ടി വരും. സത്യം പറഞ്ഞാ ഞാൻ ഇതുപോലുള്ള രത്നങ്ങളൊന്നും ആർക്കും ഇങ്ങനെ കൊടുക്കാറൊന്നുമില്ല. പക്ഷെ നിങ്ങളാണെങ്കിൽ ഫുർഫുർ നഗറിന്റെ ഒരു അഭിമാനമല്ലേ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പൂർണ്ണ വിശ്വാസമുണ്ട്. കൊണ്ടേക്കോളൂ, കൊണ്ടേക്കോളൂ. താങ്ക് യു സേട്ടെ. ഹലോ, ഞാൻ പൈസയായിട്ട് കാത്തിരിപ്പുണ്ട് കേട്ടോ. കൊള്ളാം അങ്കിൾ, കലക്കി. നിങ്ങളൊരു കാര്യം ചെയ്യേ, കൊണ്ടുവന്നിരിക്കുന്ന ആഭരണങ്ങളും പണവുമല്ല അവിടെ കാണുന്ന മരത്തിന്റെ പുറകിൽ വെച്ചേക്ക്. അതിനുശേഷം എന്റെ അച്ഛൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരൂ. വലിയ മരം എവിടെയുള്ള? വലിയ മരം എവിടെയുള്ള? ഇതാണ്. അങ്ങനെ വെച്ചു. നമുക്ക് വേണ്ടിയതല്ല കിട്ടി, എന്താ വിട്ടാലോ? മോട്ടു അവിടെ നിൽക്ക്. ഇവിടെ നടന്നതൊക്കെ ഞാൻ ആ മരത്തിന് പുറകിലിരുന്ന് കാണുകയായിരുന്നു. ഇതിനൊക്കെ കാരണം മറ്റാരുമല്ല, ആ ജോൺ തന്നെയാണ്. അല്ല പത്തലു, അത് ജോൺ അല്ല, സെക്രട്ടറി ജിന്നാണ്. നീ വേണേ കണ്ടോ, കയ്യിലുള്ള വിളക്ക് തേച്ചാലുണ്ടല്ലോ ശരിക്കുള്ള അച്ഛൻ ജിന്ന് പുറത്തേക്ക് വരും കേട്ടോ. അതിങ്ങോട്ടാ. മോട്ടു ഇങ്ങനെ കിടന്ന് തേച്ച കൊണ്ടൊന്നും കാര്യമില്ല. ജോൺ നിന്നെ തേച്ചിട്ട് പോയിരിക്കുകയാണ്. സോറി പത്തലു, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലല്ലോ. എന്റെ മോട്ടു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാനും ഡോക്ടർ ജഡ്കയും ഗസീറ്റാറാമും ചേർന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫേക്ക് ജിന്നിനെ മറ്റൊരു ഫേക്ക് ജിന്നു കൊണ്ട് ക്ലിയർ ആക്കാൻ കഴിയൂ. മോട്ടു, നിന്റെ ഡാഡി എപ്പോഴാ പുറത്തേക്ക് വരിക? ഇപ്പൊ വരും പത്തലു. ഞാൻ അവന്റെ കമ്മീഷൻ അവന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടോളൂ. പറയൂ എന്റെ ചങ്കുകളെ, നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും എന്നോട് പറയൂ. എനിക്കൊരുപാട് ശക്തി തരൂ. ഞാൻ എന്ത് വിചാരിച്ചാലും അതെനിക്ക് കിട്ടണം. പൈസയും വീടും കടയും അങ്ങനെ എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് കിട്ടണം. നിന്റെ ആഗ്രഹം ഞാൻ തീർച്ചയായും പൂർത്തിയാക്കാം. പക്ഷേ വിളക്കിന്റെ യഥാർത്ഥ ഉടമസ്ഥന് വേണം ആദ്യം ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. ബൈ ബൈ. ഓഹോ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതിനൊരു സാധ്യതയുമില്ലല്ലോ. ഒറിജിനൽ ജീനി എങ്ങനെയാണ് പുറത്തു വന്നത്? മോട്ടു, ജീനിതിന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നോ? ഇല്ല, പക്ഷെ അതൊരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. ഈ വിളക്കിന്റെ മുതലാളിയുടെ ആഗ്രഹം ആദ്യം തീർക്കണോ അത്രേ. ഞാൻ ആ ജിന്നിന് കമ്മീഷനായിട്ട് 2 കോടി കൊടുത്തിട്ടുമുണ്ട്. എനിക്കറിയില്ല ആ ജിന്ന് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന്. ഒരുപക്ഷെ ചീനി എങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആദ്യം എന്റെ ആഗ്രഹമായിരിക്കണം പൂർത്തീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് കാശ് തന്നേക്കാം, നിങ്ങൾ എനിക്ക് ആ വിളക്ക് തിരിച്ചു തന്നേക്ക്. കാശിനെ കുറിച്ച് ആലോചിച്ചൊന്നും ബുദ്ധിമുട്ടണ്ട. ഞാൻ നിങ്ങൾക്ക് 2 കോടി രൂപ തന്നേക്കാം. അതിന് പകരമായിട്ട് ഞാൻ തന്ന വിളക്ക് നിങ്ങൾ എനിക്ക് തന്നെ തിരിച്ചു തന്നേക്ക്. ഇത് 50 ലക്ഷം രൂപയുണ്ട് കാശായിട്ട്. പിന്നെ ഈ രത്നങ്ങളും സ്വർണവും ഒക്കെ 1.5 കോടിയോളം വരും. ഇതാ മോട്ടു, ഇത് വാങ്ങിച്ചോളൂ. ശരി, എനിക്ക് സമ്മതമാണ്. പക്ഷെ നിന്റെ ആഗ്രഹം നടന്നതിന് ശേഷം ഈ വിളക്ക് എനിക്ക് തിരിച്ചു തരണം കേട്ടോ. ഓക്കേ? തീർച്ചയായും മോട്ടു, 100% ഉറപ്പ്.
ആ മുട്ട ഒന്ന് പുറത്തു വന്നാ മതിയായിരുന്നു. പിന്നെ ജോൺ ദി ടോൺ ആയിരിക്കും. ജോൺ ദി ടോൺ. ഓഹോ ജിനി പുറത്തേക്ക് വാ. എന്താ ഇത് തീ കത്തുന്നു? എന്തൊരു മറിമായോ ഇത്. പറയണം യജമാനെ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ചിങ്കം സാറേ, നിങ്ങൾ ജീനിയാണോ അതോ പോലീസ് ഇൻസ്പെക്ടർ ആയിട്ട് വന്നതാണോ? ഞാൻ ഇപ്പൊ നിന്നെ പിടിക്കാൻ വന്നിരിക്കുന്ന ജിന്നാണ്, മാത്രമല്ല ഇൻസ്പെക്ടറും. നീ ഇപ്പൊ ജയിലിലേക്ക് വന്ന് അവിടുത്തെ കമ്പികളൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. ഓഹോ ഇത് ചീറ്റിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇത് ചതിയാണ്. ചീനിക്ക് പകരം നിങ്ങൾ ചിങ്കം സാറായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. Watch India's largest kids library only on Geo Hotstar. Download the app now.